വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കും മൈസൂരിനുമിടയിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം കൂടിയാണിത്. ഇതിൻ്റെ ചുറ്റിലുമായി തമിഴ്നാട്ടിലെ മുതുമലയും നാഗർഹോളും കർണാടകത്തിലെ ബന്ദിപ്പൂരും സ്ഥിതി ചെയ്യുന്നു. ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന സങ്കേതത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യങ്ങളെയും മൃഗങ്ങളെയും കാണാം. മരുതി, ദേവദാരു, കരുമരുതി, വെണ്ടേക്ക്, മഴുക്കാഞ്ഞിരം, വേങ്ങൽ തുടങ്ങിയ സസ്യജാലങ്ങളുണ്ട്. ആന, പുലി, കടുവ, കുരങ്ങ്, കരടി, കാട്ടുപോത്ത്, വിവിധതരം ഉരഗങ്ങൾ എന്നിവയും വയനാട് വന്യജീവി സങ്കേതത്തിൽ കാണാം. യൂക്കാലിപ്റ്റസ് മരങ്ങളും മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മേഖലയ്ക്ക് വന്യമായ ഒരു പ്രത്യേക ഭംഗിയാണ്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ ഒളിത്താവളം വയനാടൻ കാടുകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ആദിവാസികളും ഉണ്ടായിരുന്നു. 1991-92 കാലഘട്ടത്തിൽ ഈ സങ്കേതത്തെ പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപ്പർ വയനാട്, ലോവർ വയനാട് എന്നീ 2 ഭാഗങ്ങളായി ഈ സങ്കേതത്തെ തിരിച്ചിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത്: മുത്തങ്ങയും തോൽപ്പെട്ടിയും. തെക്ക് ഭാഗത്താണ് മുത്തങ്ങ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 18 കിലോമീറ്റർ മാറി ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതത്തിനോടും കർണാടകത്തിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് മുത്തങ്ങ. വന്യജീവികളുടെ സുരക്ഷിത മേഖല കൂടിയാണ് മുത്തങ്ങ. കടുവകൾക്കും പുലികൾക്കും പുറമെ മാൻ, കാട്ടുപോത്ത് തുടങ്ങിയവയും ഇവിടെ കാണാം. നിരവധി വിനോദസഞ്ചാരികൾ ഇവിടുത്തെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാൻ എത്താറുണ്ട്. ഇവർക്കായി താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മരങ്ങൾക്ക് മുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഏറുമാടങ്ങളാണ് പ്രധാനം. ആദിവാസികൾ താമസിക്കുന്ന ധാരാളം കുടിലുകൾ ഇവിടെ കാണാനാകും. മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്ന ചുണ്ട എന്ന ഗ്രാമവും ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്. തനതായ ശൈലിയിൽ ജീവിതം നയിക്കുന്ന ആദിവാസികളെ ഇവിടെ കാണാം. കാടുമായി വളരെ അടുത്ത ആത്മബന്ധമാണ് ഇവർക്കുള്ളത്. കർണാടകത്തിലെ നാഗർഹോൾ മലനിരകളോട് ചേർന്നാണ് തോൽപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്കായി വന്യജീവി സങ്കേതത്തിലെ ഔട്ടർ സോണാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. കാടിന് നടുവിലുള്ള 25 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നർ സോണിൽ പ്രവേശനം അനുവദിക്കില്ല. ഇവിടെ ഫോറസ്റ്റ് വാർഡന്മാർക്കും ഗവേഷകർക്കും മാത്രമാണ് പ്രവേശനം. വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് കൊരട്ടിമല. സമുദ്രനിരപ്പിൽ നിന്ന് 3800 അടി മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2100 അടി മുതൽ 2600 അടി വരെ ഉയരമുള്ള മറ്റു മലനിരകളും കാണാം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വയനാട് വന്യജീവി സങ്കേതം സന്ദർശിക്കാനുള്ള അനുയോജ്യമായ സമയം. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥ നന്നായി ആസ്വദിക്കാനാകും. 11 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയാണ് ഈ സമയത്തെ ഇവിടുത്തെ താപനില. മഴക്കാലമായതിനാൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം സന്ദർശനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. വയനാട്ടിലെ പല സ്ഥലങ്ങളും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നവയാണ്. മുത്തങ്ങയിലേക്കും തോൽപ്പെട്ടിയിലേക്കുമുള്ള റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ കാടുകൾ കാണാനാകും. വിവിധയിനം ഇനത്തിൽപ്പെട്ട ചെടികളും മരങ്ങളുമൊക്കെയാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. കാടിഷ്ടമുള്ളവർക്ക് ഇതുവഴിയുള്ള ഒരു ഡ്രൈവ് മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും. പോകുന്ന വഴിയിൽ കാണുന്ന പച്ചപ്പ് വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളും അദ്ഭുത കാഴ്ചയാണ്. വന്യജീവി സങ്കേതത്തിലെ 1/3 ഭാഗവും തേക്ക്, റോസ് വുഡ്, ഓക്ക്, യൂക്കാലിപ്റ്റസ് എന്നീ മരങ്ങളാൽ സമൃദ്ധമാണ്. ധാരാളം ചതുപ്പ് നിലങ്ങളും വനമേഖലയ്ക്കുള്ളിൽ കാണാനാകും. അപൂർവ ഇനം സസ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണിവിടം.
മരുന്നുകൾക്കായി ആദിവാസികൾ ഇത്തരം ഇവിടുത്തെ കാട്ടുചെടികളെ ആശ്രയിക്കുന്നു. ഒട്ടുമിക്ക രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ കാടിനുള്ളിൽ തന്നെയുണ്ട്. യാത്രയിൽ റോഡ് മുറിച്ചു കടക്കുന്ന ആനക്കൂട്ടങ്ങളുടെ കാഴ്ച ഈ റൂട്ടിൽ സാധാരണമാണ്. ആനയ്ക്ക് പുറമെ മാൻകൂട്ടവും കാട്ടുപോത്തുകളുമൊക്കെ വഴിയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. സിംഹവാലൻ കുരങ്ങ്, പുള്ളിപ്പുലി, മ്ലാവ് തുടങ്ങിയ മൃഗങ്ങളുടെ ആവാസകേന്ദ്രം കൂടിയാണ് വയനാട് വന്യജീവി സങ്കേതം. വിവിധയിനം പല്ലികളും പാമ്പുകളും ഇവിടെ ധാരാളമുണ്ട്. പക്ഷികളുടെ ഒരു കലവറ കൂടിയാണിവിടം. 200-ലധികം ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെയുണ്ട്. രാവിലെ 7 മുതൽ രാവിലെ 10 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയുമാണ് ഇവിടുത്തെ പ്രവേശന സമയം. വന്യജീവി സങ്കേതത്തിലൂടെയുള്ള ജീപ്പ് സവാരി തിരഞ്ഞെടുക്കാവുന്നതാണ്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സന്ദർശകരെ അനുവദിക്കില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണ സാധ്യത കണക്കിലെടുത്താണിത്. പ്ലാസ്റ്റിക്കിന് വനത്തിൽ കർശന നിയന്ത്രണമുണ്ട്. അതിനാൽ സന്ദർശകർ കഴിവതും പ്ലാസ്റ്റിക് ഒഴിവാക്കുക. കയ്യിൽ പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ ഉണ്ടെങ്കിൽ അവ കാട്ടിലേക്ക് വലിച്ചെറിയാതെ ശ്രദ്ധിക്കുകയും വേണം. കോഴിക്കോട് നിന്ന് 98 കിലോമീറ്റർ ദൂരമാണ് വന്യജീവി സങ്കേതത്തിലേക്ക്. കൊച്ചിയിൽ നിന്ന് 286 കിലോമീറ്റർ ദൂരമുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് സ്വന്തം വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് തന്നെ പോകാം. ബസ്സിൽ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രധാന സ്ഥലങ്ങളിൽ നിന്നൊക്കെ KSRTC ബസ്സുകൾ ലഭിക്കും.